Big shot from KL Rahul. And maximum. That's it. 2025 Champions Trophy finalist. അങ്ങനെ പകരം വീട്ടിയടാ, പകരം വീട്ടി. വേൾഡ് കപ്പ് ഫൈനലില് കടം ഇന്ന് വീട്ടി. അവന്റെയൊക്കെ ട്രാവിസ് ഹെഡ് പോടാ എന്ന് പറഞ്ഞ് ഈസി ആയിട്ട് പുല്ല് പോലെ ടബേനെ കൊണ്ട് പോടാന്ന് പറഞ്ഞ് അടിച്ചു തോപ്പിച്ചു കിങ് കോഹ്ലി. ഒരുപാട് പറയാനുണ്ട്, നമുക്ക് ആദ്യം ആഘോഷിക്കാം. ഇന്ത്യക്ക് ഉജ്ജ്വല വിജയം. ഇന്ത്യ അങ്ങനെ ICC 2025 ചാമ്പ്യൻഷിപ്പ് ട്രോഫിയുടെ ഫൈനലിലേക്ക് ആദ്യമായി കടക്കുന്നു. ആദ്യമായി ഈ സീസണിൽ ആദ്യം കടന്നത് ഇന്ത്യയാണ്. ഇനി മറ്റവർ കളിക്കണമല്ലോ, കളിച്ച് ജയിച്ചാലല്ലേ. ആരെ ജയിച്ചു വരട്ടെ. എനിക്ക് തോന്നുന്നു ന്യൂസിലൻഡ് വരുമെന്നാണെന്നോ അതോ 2020 ഫൈനൽ പോലെ സൗത്ത് ആഫ്രിക്ക വരുമോ എന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ ഇന്ന് ബഹുത്ത് ഹാപ്പി ഹേ. വേറെ ഒന്നും കൊണ്ടല്ല, ഓസ്ട്രേലിയയെ ഓട്ടിച്ചിട്ട് അടിച്ചെന്ന് മാത്രമല്ല നാണം കെടുത്ത് തോക്കി. കാരണം ഒരു സമയത്ത് പോലും ഇന്ത്യ തോക്കും എന്നൊരു ചിന്ത നമുക്കുണ്ടായില്ല അല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയൊരു സങ്കടം മറ്റൊന്നുമല്ല, കിങ് കോഹ്ലിയുടെ ആ ഒരു 100 നഷ്ടമായി എന്നതിൽ മാത്രമേ എനിക്കൊരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഒന്നിലും ഇല്ലായിരുന്നു. കിടിലമായിട്ട് കോഹ്ലി കളിച്ചു. കോഹ്ലിയുടെ ആ പഴയ ഫോം തിരിച്ചു വന്നു. അതിന് പാകിസ്ഥാൻ ഭരണമായിരുന്നു. പാകിസ്ഥാന്റെ മാച്ചിൽ സെഞ്ചുറി അടിച്ചുകൊണ്ട് കോഹ്ലി തുടങ്ങി. ഇവിടെയും ഒരു സെഞ്ചുറി പറക്കാനുള്ളതായിരുന്നു, അർഹിച്ച സെഞ്ചുറി ആയിരുന്നു. കഷ്ടം, നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഒന്നും പറയാനില്ല. ഇന്ത്യയുടെ വിജയത്തിന്റെ നിർണായക പങ്ക് വഹിച്ചതും ആര് തന്നെയായിരുന്നു? കോഹ്ലി തന്നെയായിരുന്നു. കോഹ്ലി തന്നെയായിരുന്നു നെടുന്തൂണും. കോഹ്ലി തന്നെയായിരുന്നു ചുക്കാൻ പിടിച്ചത്. വീണ്ടും ഒരിക്കൽ കൂടി വെൽഡൻ ഇന്ത്യ, വെൽഡൻ. അങ്ങനെ കങ്കാരിക്കളെ ചവിട്ടി പുറത്തിറഞ്ഞു. പോടാ, മതി, നിന്റെയൊക്കെ പോരുകളും മതി. ഞാൻ പറഞ്ഞില്ലേ, ഒരു കടമുണ്ടായിരുന്നു. ആ കടം പലിശയുടെ പലിശ അടക്കം കൊടുത്ത് നല്ല 8 മടക്കി കൈ കൊടുത്തിട്ടുണ്ട്. കൊണ്ടുപോ, വീട്ടിൽ കൊണ്ടുപോ, ഇനി അവിടെ ഇരുന്ന് മോങ്ങ്. അങ്ങനെ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നു. അടിപൊളി, കൊള്ളാം. അപ്പോ ഓസ്ട്രേലിയക്ക് ടോസ് കിട്ടി. ഓസ്ട്രേലിയ എന്ത് ചെയ്യുന്നറിയാം? ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. 264 റൺസ്, 10-300 പോകാനുള്ള സംഭവമായിരുന്നു. പക്ഷെ 264 ഇന്ത്യ എറിഞ്ഞൊതുക്കി. 49.3 ബോളുകൾ മാത്രം. 3 ബോളുകൾ ആയപ്പോൾ ഇവരുടെ എല്ലാ വിക്കറ്റും നഷ്ടപ്പെട്ടു. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ 48.1 ബോൾ എറിഞ്ഞപ്പോൾ 267 റണ്ണ്, 6 വിക്കറ്റ് നഷ്ടത്തിൽ 267 റൺസ് അടിച്ചുകൊണ്ട് ഇന്ത്യ ചരിത്ര വിജയത്തിലേക്ക് കടന്നു. അങ്ങനെ 11 ബോൾ വരെ മിച്ചമുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യ സെമി ഫൈനൽ ജയിച്ചു. എന്ത് ചെയ്തു? ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. എനിക്ക് ആഹ്ലാദം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് സ്കോർ കാർഡ് നോക്കാം. ഓസ്ട്രേലിയ ആണെങ്കിൽ ട്രാവിസ് ഹെഡ് 2 ചാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. തുടക്കം 2 ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് കിട്ടിയ റിട്ടേൺ കേസ് സമീര കയ്യിൽ നിന്ന് പോയത് മനസ്സിലായോ? ഷമീര കയ്യിൽ നിന്ന് പോയത് എങ്കിലും പോട്ടെ. എങ്കിലും 39 റൺസ് അടിച്ചു. 5 4 2 6. വരുൺ ചക്രവർത്തിയുടെ ഫസ്റ്റ് ഓവറിൽ തന്നെ ട്രാവിസ് ഹെഡിന്റെ അഹങ്കാരം, തുടിപ്പ് അങ്ങ് നിർത്തി കൊടുത്ത് കൊണ്ടുപോ. ഇവനാണല്ലോ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യ തോൽപ്പിച്ചത്. പോട്ടെ, അടുത്ത ഓപ്പണറായി വന്ന മറ്റെന്തെങ്കിലും കൊണോലിയ, അവൻ ഡക്കായി പോയി. പിന്നെ സ്മിത്ത് സൂപ്പറായിട്ട് കളിച്ചോട്ടെ. 73 റൺസ് അടിച്ചിട്ടുണ്ട് സ്മിത്തിന്റെ ഔട്ടാണ്. പിന്നെ ടബേന റൺ റേറ്റ് കുറഞ്ഞത് കേട്ടോ. 96 ബോളുകൾ നേരിട്ടുകൊണ്ട് 4 4കളും 1 6ഉം അടിച്ചുകൊണ്ട് 73 റൺസ് സ്മിത്ത് അടിച്ചു. പിന്നെ ലബുഷൻ, ഈ സ്മിത്ത് ലബുഷന്റെ കൂടെയും പിന്നീട് ക്യാരിയുടെ കൂട്ടത്തൊക്കെ കുറെ പാർട്ണർഷിപ്പ് പടുത്തുയർത്തി. അതുകൊണ്ടാണ് ഇവന്മാര് 264 എന്ന് പറയുന്ന റൺസിനെങ്കിലും എത്തിയത്. പിന്നെ ഡബുഷൻ 36 റൺസ് അടിച്ചു. പിന്നീട് ജോസ് ഇംഗ്ലീഷ് 11 റൺസ് അടിച്ചു. പിന്നെ അലക്സ് ക്യാരി കിടിലമായിട്ട് കളിച്ചു. അവനാണ് അവസാനം വന്ന് കുറച്ച് അടിയടിച്ച് ഈ റൺസ് കയറ്റിയത്. 61 റൺസ് അടിച്ചു. ഒരു 6ഉം 8 4 ഒക്കെ അടിച്ചിട്ടുണ്ട്. മാക്സ്വെല് അക്ഷർ പട്ടേൽ ബൗൾഡാക്കി വിട്ടിട്ടുണ്ട്. മനസ്സിലായോ? മാക്സ്വെല്ലിന് ഏതാണ്ട് 7 റൺസ് മാത്രമേ മാക്സ്വെൽ അടിച്ചിട്ടുള്ളൂ. പിന്നെ അങ്ങനെ പറയത്തക്ക ആരുമില്ല. വീരേന്ദ്ര ഡ്രാസ്കിസ് 19 റൺസ് അടിച്ചു. സാംബ 7. അങ്ങനെയുള്ള സംഭവമാണ്. ഇനി വിക്കറ്റുകൾ നോക്കുന്ന ഷമി സൂപ്പറായിട്ട് എറിഞ്ഞു. ഷമി എന്ത് ചെയ്തു? 3 വിക്കറ്റ് തള്ളിയിട്ടിട്ടുണ്ട് ഷമി. ഹാർദിക് പാണ്ഡ്യ 1 വിക്കറ്റ് തള്ളിയിട്ടു. പിന്നീട് എടുത്തു പറയാനുണ്ടെങ്കിൽ നമ്മുടെ വരുൺ ചക്രവർത്തി ഫസ്റ്റ് ഓവർ തന്നെ വിക്കറ്റ് തള്ളിയിട്ടെങ്കിലും 10 ഓവർ എറിഞ്ഞുകൊണ്ട് 49 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 2 നിർണായക വിക്കറ്റുകൾ തള്ളിയിട്ടുണ്ട്. അക്ഷർ പട്ടേലിന് 1 വിക്കറ്റ് ഉണ്ട്. രവീന്ദ്ര ജഡേജ ഇന്ന് നല്ല രീതിയിൽ എറിഞ്ഞു, 2 വിക്കറ്റ് ഉണ്ട്. അപ്പോ 264 റൺസ് ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നു. അങ്ങനെ ബാറ്റിംഗിൽ ഇന്ത്യ വന്നു. നമ്മുടെ രോഹിത് ശർമ്മയും നമ്മുടെ ശുഭം ഗില്ലുമായിട്ട്
ബാറ്റിങ്ങിന് വന്നു. രോഹിത് ശർമ്മ പഴയതുപോലെ തന്നെ അല്ലെങ്കിൽ എന്നത്തെയും പോലെ തന്നെ തുടക്കം അടിച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങിയത്. ഒരു 6 3 4 ഒക്കെ അടിച്ചു. പക്ഷേ കഴിഞ്ഞ വേൾഡ് കപ്പിൽ പിന്നീട് ഒരു കേച്ച് എടുത്തില്ല, ഒരിക്കലും ട്രാവിസ് ഹെഡ് ആണെന്നൊരു കേച്ച് എടുത്തു, അതേപോലത്തെ ഒരു കേച്ച് ഒന്ന് കൊടുത്തു. പക്ഷെ ലബുഷേൻ അതിൽ കയ്യില് പിന്നീട് പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു 1-2 പിന്നീട് ലൈഫ് ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും എന്താണ് പറഞ്ഞത്, LBW കുടുങ്ങി 28 റൺസ് അടിച്ചുകൊണ്ട് ആര് പോയി, നമ്മുടെ ക്യാപ്റ്റൻ പോയി. പക്ഷേ ശുഭം ഗിൽ 2 കളി കൊണ്ട് ഫോം ഔട്ടാണ്. നമുക്കറിയാം ഈ ടൂർണമെന്റിൽ ഉടനീളം നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന ശുഭം ഗില്ലിന് ഈ കളിയിലും ഫോം ആവാൻ സാധിച്ചില്ല. അതിനുശേഷം ശുഭം ഗില്ലാണ് ആദ്യം ഔട്ടായത്. അതിനുശേഷം ഗ്രീസിൽ വന്ന വിരാട് കോഹ്ലി, കിങ് കോഹ്ലി, ദ ചേസ് മാസ്റ്റർ, ഒന്നും പറയണ്ട, പഴയ പ്രതാപം എനിക്ക് വിട്ടിട്ടില്ല, ഞാൻ പഴയ കോഹ്ലി തന്നെയാണെന്ന് വീണ്ടും തെളിയിക്കുന്ന ഒരു ഇന്നിംഗ്സ് ആയിരുന്നു വിരാട് കോഹ്ലിയുടെ. 84 റൺസ് അടിച്ച് 98 ബോളുകൾ നേരിട്ടുകൊണ്ട് 5 ഫോറുകൾ, ഒരു 6 പോലും അടിച്ചത്, വെറും 5 ഫോറുകൾ അടിച്ചു. എനിക്ക് തോന്നുന്നു അവിടെ കമന്റ് പറയേണ്ട 60 റൺസ് വരെ അവൻ സിംഗിൾ ആണ് എടുത്തത്. അത്രയ്ക്ക് ഇപ്പോഴും ആ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് അവൻ ഇപ്പോഴും ഉണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. കിട്ടില്ലമായിട്ട് കളി. അതായത് ഈ വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ ഇവരുടെ കൂട്ടുകെട്ട് നടന്നപ്പോൾ തന്നെ ഓസ്ട്രേലിയ കളി കൈവിട്ടു. ഓസ്ട്രേലിയയുടെ പ്രതീക്ഷകളെല്ലാം അവിടെ വെച്ച് തന്നെ നഷ്ടമായി എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ എന്തായാലും വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി നഷ്ടപ്പെട്ടു. ആ 6 അവിടെ അടിക്കേണ്ടായിരുന്നു. സിംഗിൾ എടുത്തും കളിച്ചാൽ സുഖമായിട്ട് ജയിക്കാമായിരുന്നു കേട്ടോ, സുഖമായിട്ട് അവന് സെഞ്ചുറിയും അടിക്കാമായിരുന്നു. ആ ഓവറിൽ എനിക്കൊന്ന് അക്ഷർ പട്ടേൽ ഒരു 6 അടിച്ചതാണ്. പക്ഷെ അവിടെ വിരാട് കോഹ്ലി എന്തായാലും പിന്നെ ഭാഗ്യം തുണച്ചില്ലെങ്കിലും 84 റൺസ് അടിച്ച് ഇന്ത്യയുടെ വിജയത്തിന്റെ നിർണായക പങ്കുവഹിച്ചത് അല്ലെങ്കിൽ ചുക്കാൻ പിടിച്ചത് മറ്റാരുമല്ലാതെ വിരാട് കോഹ്ലി തന്നെ എടുത്തു പറയാനായിട്ട് വരും. അതായത് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്, ഞാൻ ആ പഴയ കിങ് കോഹ്ലി തന്നെയാണ് എന്ന്. ശ്രേയസ് അയ്യർ കിടിലമായിട്ട് കളിച്ചോട്ട് ഈ ടൂർണമെന്റിൽ ഉടനീളം ശ്രേയസ് അയ്യർ കിടിലമായിട്ട് കളിച്ചിട്ടുണ്ട്. ഈ കളിയിലും 45 റൺസ് അടിച്ചിട്ടുണ്ട്. ബൗൾഡായി പോയി 3 4 ഒക്കെ അടിച്ചുകൊണ്ട്. അക്ഷർ പട്ടേൽ എന്നും പറയും, അക്ഷർ പട്ടേലിന്റെ സംഭാവന 27 റൺസ് മാത്രമേ അടിച്ചിട്ടുള്ളൂ എങ്കിലും വിരാട് കോഹ്ലിയുമായിട്ടുള്ള ആ ഒരു പാർട്ണർഷിപ്പും ഇന്ത്യയുടെ വിജയത്തിൽ വളരെ വളരെ നിർണായക ഒരു സംഭാവന നൽകിയിട്ടുണ്ട് അക്ഷർ പട്ടേലിന്റെ ആ ഒരു 27 റൺസ്. പിന്നെ അതിനുശേഷം നമ്മുടെ രാഹുൽ 42 റൺസ് നോട്ട് ഔട്ട് ആയിട്ട് നിന്നു. ലാസ്റ്റ് 6 അടിച്ചുകൊണ്ടാണ് രാഹുൽ നമ്മുടെ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത്. അതായത് 34 ബോളുകൾ നേരിട്ടുകൊണ്ട് 42 റൺസ്, 2 ഫോറുകളും 2 6കളും. സൂപ്പറായിട്ട് രാഹുൽ ഒരു ചാൻസ് പോലും ഇല്ലായിരുന്നു അല്ലെ, ഒരു ലൈഫ് പോലും ഇല്ലാതെ രാഹുൽ അടിച്ചു. പിന്നെ വന്ന് ഹാർദിക് പാണ്ഡ്യ വന്ന് 24 ബോളിൽ 3 പട്ടുകൂട്ടും 6 അടിച്ചിട്ടുണ്ടല്ലോ അല്ലെ. ഒന്ന് പൊട്ട് അതിൽ ഫസ്റ്റ് അടിച്ചതും ലാസ്റ്റ് അടിച്ചതും 6, 1.5 6 അടിച്ചു. കാരണം അവൻ ഇത്ര ഓവർ പിച്ചായിട്ട് കയറി വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നു. സാമ്പ 2 ബോളും കൊണ്ട് ഓവർ പിച്ച് ഇട്ട് കൊടുത്ത് പൊടേനടിച്ച് ആ ഓവറിൽ തന്നെ ആ 2 6 പിറന്നവർ തന്നെ പിന്നെ തീർന്നു. പിന്നെ ഒന്നും അടിക്കാനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഈ സമയത്ത് വിരാട് കോഹ്ലി സെഞ്ചുറിക്ക് നിന്നിരുന്നെങ്കിലും ഫസ്റ്റ് ബോളോട്ട് അവൻ അടിച്ചേനെ. ഞാൻ എഴുതി തരാം. വിരാട് കോഹ്ലി ഔട്ട് ആയതുകൊണ്ടാണ് കുറച്ചൊക്കെ കുട്ടിയൊക്കെ നിന്നത്. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഫസ്റ്റ് ബോളിൽ അടിച്ച് 6 അടിക്കാൻ വേണ്ടി ശ്രമിച്ചതന്നെ. ഭയങ്കര അസൂയാണെന്ന് അവന്. ശരി, പിന്നെ ജഡേജ എന്ത് ചെയ്തു? ഒന്നും ചെയ്യാലായിരുന്നു. ഒരു ബോൾ ഫേസ് ചെയ്തു, 2 റൺസ് ഒക്കെ അടിച്ചു. ഇനി അവിടെ വിക്കറ്റ് ആണെങ്കിൽ എലിസ് 2 വിക്കറ്റ് തള്ളിയിട്ടു. പിന്നീട് സാമ്പ 2. ഇവരിതൊക്കെ വേറെ ആരും ഒന്നും വലുതായിട്ടൊന്നും പിന്നീട് ഒന്നും ചെയ്യാനില്ലായിരുന്നു. നമ്മുടെ വിക്കറ്റ് 30 റൺസ് ആയപ്പോൾ ഇന്ത്യയുടെ ആദ്യ വിക്കറ്റ് പോകുന്നത്. പിന്നെ 42-ൽ 2, പിന്നെ പോകുന്നത് 134 റൺസ് വരെ. അതായത് 43-ൽ 2 ആയിട്ട് ശ്രേയസ് അയ്യറും വിരാട് കോഹ്ലിയും തമ്മിൽ നടത്തിയ ആ ഒരു ചേർത്ത് ആ പാർട്ണർഷിപ്പാണ് 134ലേക്ക് കൊണ്ടുപോയത്. അതിനുശേഷം പിന്നീട് എനിക്ക് തോന്നുന്നത് അതിനുശേഷം വന്ന പാർട്ണർഷിപ്പും എനിക്ക് തോന്നുന്നത് അക്ഷർ പട്ടേലുമായിട്ട് ചേർന്ന 178 റൺസ് വരെ അത് പോയായിരുന്നു. മനസ്സിലായോ? പിന്നീട് 178-ലാണ് അടുത്ത വിക്കറ്റ് പോണത്. പിന്നെ പോകുന്നത് 225-ൽ പിന്നീട് 5ാമത്തെ വിക്കറ്റ് പോകുന്നു. 259-ൽ പിന്നെ 6ാമത്തെ വിക്കറ്റ് പോകുന്നു. പിന്നെ വിക്കറ്റുകളൊന്നും പോയില്ല. അങ്ങനെ ഒന്നും പറയണ്ട, ഓസ്ട്രേലിയയെ നിലം തൊടിയിക്കാതെ ഇന്ത്യ അടിച്ച് തൂറിച്ച് ഇന്ത്യ ജയിച്ചിരിക്കുന്നു. രാജകീയമായി തന്നെ ജയിച്ചിരിക്കുന്നു. മത്സരത്തിന്റെ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പോലും ഇന്ത്യ ഒന്ന് പതറുക പോലും ചെയ്തില്ല. ഈ 3 കളിയായാലും ഇന്ത്യ ഒരിടത്തും ഒരു തവണ പോലും അല്ലെങ്കിൽ ഒരു നിമിഷം പോലും ഇന്ത്യ തോറ്റുപോകുമെന്നുള്ളൊരു ഫീൽ നമുക്ക് വരാത്ത രീതിയിലാണ് ഇന്ത്യ ഇതുവരെ കളി ജയിച്ച് അങ്ങനെ ഫൈനലിൽ കയറിയിട്ടുണ്ട്. ഇനി ഫൈനലിൽ ആരുമായിട്ടായിരിക്കും ഇന്ത്യ ഏറ്റുമുട്ടാനുള്ളതെന്ന് ചോദിച്ചാൽ എനിക്ക് ചിലപ്പോൾ ന്യൂസിലൻഡുമായിട്ടായിരിക്കും. അതോ ഈ ന്യൂസിലൻഡായിട്ട് എനിക്ക് ചെറിയ ടൈറ്റ് ആണ്. ന്യൂസിലൻഡോട് ഇന്ത്യ കളിക്കുമ്പോൾ ഒരു ചെറിയ ടൈറ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ദക്ഷിണാഫ്രിക്കയാണെങ്കിൽ ഇന്ത്യ സുഖമായിട്ട് ജയിച്ചു വരും. അവന്മാര് അവസാനം കൊണ്ട് കലമടക്കുന്ന ഒരു ടീമാണ്. നമുക്ക് ഈ കഴിഞ്ഞ T20 വേൾഡ് കപ്പിനെ പോലെ ഇന്ത്യയും ഈ സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള ഒരു ഫൈനലാണോ അതോ ന്യൂസിലൻഡുമായിട്ടുള്ള ഫൈനലാണോ വരാൻ പോകുന്നതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ. നമുക്ക് വീണ്ടും കാണാം. എന്തായാലും വെരി വെരി ഹാപ്പി. ജയ് ഹിന്ദ്.